ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എല്ലാവരും കരങ്ങളെ ഉയർത്തി ഉച്ചസ്വരത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ പകലും ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും ഉച്ച കഴിഞ്ഞും രാത്രിയിലുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഇടയാക്കി ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ക്ഷണിച്ച ദൈവസഭയോടും ദൈവദാസന്മാരോടും ദൈവജനത്തോടും എല്ലാ ദൈവജനത്തോടും ദൈവനാമത്തിൽ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ആമേൻ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാർ, ഇന്ന് ലീഡ് ചെയ്ത പ്രിയ കർത്താവിൻ്റെ ദാസൻ റംസി അവറുകൾ, അതുപോലെ TM കോശി സാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അഭിഷേകത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഷിബു പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാ ദൈവജനത്തെയും സഹോദരി സഹോദരങ്ങളെയും പ്രൈസ് ദി ലോർഡ്. ആൽബിൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വീകരിച്ചു. ഗോഡ് ഹാസ് വിസിറ്റഡ് ഹിസ് പീപ്പിൾ. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ടുഡേ we can say like this: God is visiting our people. God is visiting us. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ എതിരേറ്റിരിക്കുന്നു. ദൈവിക സന്ദർശനം എന്നുള്ള വാക്ക് തിരുവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ 2 അർത്ഥത്തിലെടുക്കാം. ഒന്ന്, ദൈവത്തിൻ്റെ കോപത്തിൽ ദൈവം സന്ദർശിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു, പഴയ നിയമപ്രവാചക പുസ്തകങ്ങളിലൂടെ ഒക്കെ. ആമേൻ. എന്നാൽ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിപ്പാനായി ദൈവം തൻ്റെ ജനത്തെ സൗഖ്യമാക്കി ദൈവ മഹത്വം വെളിപ്പെടുത്തി ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചെന്ന് കാണുന്നു. ഞാൻ ആ 2-ാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ആമേൻ. സന്ദർശനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ വായിച്ചിട്ട് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ്. ലൂക്കോസ്. യേശു നഗരത്തിന് സമീപിച്ചപ്പോൾ നഗരത്തെ കണ്ടിട്ട്, ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരം നഗരത്തെ കണ്ടുകൊണ്ട്, കേരള സ്റ്റേറ്റിനെ ആകമാനമായി കണ്ടുകൊണ്ട്, ഇന്ത്യ മഹാരാജ്യത്തെ ആകമാനമായി കണ്ടുകൊണ്ട്, ദേശത്തെ കണ്ടുകൊണ്ട് കരയുവാനിടയായിത്തീരട്ടെ. യേശു നഗരത്തെ കണ്ടുകൊണ്ട് കരഞ്ഞു. അടുത്തത്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്തത്, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കും. അടുത്ത വാക്യം, നിന്റെ സന്ദർശനകാലം നീ അറിയാതിരുന്നത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ. ഇത് യെരൂശലേമിലെ ഒരു സന്ദർശനം. യെരൂശലേമിനെ ദൈവം സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രവചന ദൂത് കർത്താവ് പറഞ്ഞതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. AD 70 അതുപോലെ ടൈറ്റസ് തീത്തോസ് രാജാവിൻ്റെ കാലത്ത് അതുപോലെ സംഭവിച്ചു. അതൊരു സന്ദർശന കാലമായിരുന്നു. ഒരു ദൈവം തന്റെ ജനത്തെ ന്യായവിധിയിലൂടെ സന്ദർശിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, യഹൂദയെ ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കും. അവിടെ സന്ദർശിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഹോശേ 6-ന്റെ 8.
ദൈവം തന്റെ ജനത്തിനൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നത്. ആ ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ഈ കൊയ്ത്ത് സന്ദർശനത്തിന്റെ കൊയ്ത്ത്, ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല, നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് വിടുന്നേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആമേൻ. ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊയ്ത്ത്, സന്ദർശനം, യഹൂദന്മാർക്കുള്ള ഒരു സന്ദർശനം. മടങ്ങി വരാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് രാത്രി. ആമേൻ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ആ ഭാഗം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. ഇവിടെ യേശു ഒരിക്കൽ നയീൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശിഷ്യന്മാരും അവനോട് കൂടെ പോയി, പുരുഷാരവും കൂടെ പോയി. യേശു, ശിഷ്യന്മാർ, പുരുഷാരം, ഇങ്ങനെയുള്ളൊരു വലിയ ജനസമൂഹം യേശുവിനോടൊപ്പം ഒരു പട്ടണത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ പട്ടണത്തിന്റെ പേര് നയീൻ എന്നാണ്. ദ പ്ലസന്റ് വൺ, വളരെ സന്തോഷമായ, ആമേൻ, വളരെ പച്ചപ്പുള്ള, വളരെ സന്തുഷ്ടമായ പട്ടണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നയീൻ എന്ന വാക്കുകൊണ്ട്. ഞാൻ എവിടേക്കും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ നയീൻ എന്ന മനോഹരമായ പട്ടണത്തിലേക്ക് പോകുമ്പോൾ, യേശു ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോൾ വലിയ പുരുഷാരവും കർത്താവിൻ്റെ കൂടെ പോവുകയാണ്. എന്നാൽ പട്ടണം മനോഹരമാണ്, പച്ചപ്പുള്ളതാണ്, നല്ല സമൃദ്ധമാണ്. പക്ഷേ അവിടെ സംഭവിച്ച ഒരു കാര്യം വളരെ വേദനാജനകമായ കാര്യം. അടുത്ത വാക്യം വായിച്ചാട്ടെ. യേശു പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ, ഒരു സന്തോഷ വാർത്തയല്ല, മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. പട്ടണത്തിന്റെ വാതിലിനോട് കർത്താവ് അടുത്തപ്പോൾ മരിച്ചുപോയ നിർജീവമായ ഒരാളെയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം കർത്താവ് ചില പട്ടണങ്ങളോട് അടുത്തു വരികയാണ്, ചില ഭവനങ്ങളോട് കർത്താവ് അടുത്തു വരികയാണ്, ചില വ്യക്തികളോട് കർത്താവ് അടുത്തു വരികയാണ്. നിർജീവമായി കിടക്കുന്ന, ചേതനയറ്റുകിടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക്, മറുപടി ഇതുവരെ ലഭിക്കാത്ത ചില വിഷയങ്ങളിലേക്ക് നാഥൻ അടുത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പട്ടണത്തിന്റെ വാതിലിനോട് അടുക്കുമ്പോൾ പട്ടണവാതിൽ എന്ത് ചെയ്യണം? പട്ടണം എന്ത് ചെയ്യണം? സങ്കീർത്തനം 24:7 മുതൽ വായിച്ചാട്ടെ. ആമേൻ. പട്ടണത്തിന്റെ വാതിലിനോട് കർത്താവ് അടുത്തു വരികയാണ്. നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് വാതിലിനോട് അടുത്തു വരുന്ന, പട്ടണവാതിലിനോട് അടുത്തു വരുന്ന ആളിനെ ശ്രദ്ധിച്ചാൽ ആമേൻ, നമുക്കൊരു കാര്യം മനസ്സിലാകും. മഹത്വത്തിന്റെ രാജാവാണ് കടന്നു വരുന്നത്. ഇനി ആ മഹത്വത്തിന്റെ രാജാവിന്റെ വിശേഷത വായിച്ചാട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ തന്നെ. അടുത്തത് നിനക്ക് ഒരുപക്ഷെ ശക്തി കാണത്തില്ല, ബലം കാണത്തില്ല. ആമേ, നീ ബലം ക്ഷയിച്ച അവസ്ഥയിലാകാം, ക്ഷീണിച്ചിരിക്കുന്ന മന്ദതയുടെ അനുഭവത്തിലാകാം. ഇതാ യുദ്ധവീരനായ ഒരുത്തൻ, ജയാളിയായ ഒരുത്തൻ, ആമേ, സൈന്യ സമേതനായ രാജാവ് നിന്റെ പട്ടണത്തോട് അടുത്തു വരികയാണ്. ഈ ഉപവാസം, ആമേൻ, ഈ ട്രിവാൻഡ്രം പട്ടണത്തോട്, ഈ ദേശത്തോട്, ദേശവാസികളോട് കർത്താവ് അടുത്തു വരുന്നതിൻ്റെ ഒരു വലിയ ആഹ്വാനമാണ്. അതുകൊണ്ട് തലകളെ ഉയർത്താം. തല കുനിച്ചിരിക്കാനല്ല, ക്ഷീണിച്ചിരിക്കുവാനല്ല, തലകളെ ഉയർത്താം. മഹത്വത്തിന്റെ രാജാവ് ഇറങ്ങി വരട്ടെ. ബലവാനും യുദ്ധവീരനുമായ കർത്താവ്. സങ്കീർത്തനക്കാരൻ അങ്ങനെ വർണ്ണിച്ചെങ്കിൽ സമയക്കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. നയീൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവ് അടുത്തപ്പോൾ ഇതാ ഒരു കൂട്ടം ജനവുമായി, ശിഷ്യന്മാരുമായി ഒരു സൈന്യം നേരെ, ഒരു ജനക്കൂട്ടം പട്ടണത്തിലേക്ക് അകത്തേക്ക് കടക്കാൻ പോകുമ്പോൾ അകത്തു നിന്ന് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വേറൊരു സമൂഹം പുറത്തേക്ക് വരുന്നു. അതാണ് വായിച്ചാട്ടാ വാക്യം. മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു.
അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. അടുത്തത്, പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ മതി. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിധവയായ ഒരു സ്ത്രീ, ഏകമകൻ മരിച്ചു, ആ പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കേ, ഒരു ഭാഗത്തുനിന്ന് പട്ടണത്തിലകത്തേക്ക് ജീവദായകൻ, ജീവദാതാവ്, ജീവൻ പകരുന്ന, പുനരുത്ഥാനവും ജീവനുമായ, ചലിപ്പിക്കുന്ന, എഴുന്നേൽപ്പിക്കുന്ന, ജീവൻ പകരുന്ന കർത്താവ് അകത്തേക്ക് വരികയാണ്. അകത്തുനിന്ന് എന്താ പുറത്തോട്ട് പോകുന്നത്? ഒരു ശവ സംസ്കാര, ആമേൻ, ഒരു ദുഃഖത്തിൻ്റെ, ഒരു മ്ലാനതയുടെ, ഒരു വിഷാദ യാത്രയാണ്. ശവക്കോട്ടയിലേക്ക് പോകുന്ന, ആമേ, മഞ്ചവും ചുമന്നുകൊണ്ട് മരിച്ച ഒരുത്തനെ പുറത്തു കൊണ്ടുവരികയാണ്. എനിക്ക് ഈ ഭാഗത്ത് അധികമായി നിൽക്കാനുള്ള സമയമില്ലല്ലോ. ശ്രദ്ധിക്കണമേ, മരിച്ച ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു, ജീവൻ പകരുന്നവൻ അകത്തേക്ക് വരുന്നു. എന്തായാലും രണ്ടു കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടി. കർത്താവ് അവിടെ ആ വിധവയായ സ്ത്രീയെയാണ് ദർശിച്ചത്. താഴോട്ട് വായിച്ചാട്ടെ. യേശു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ചില കരയുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ചില കരച്ചിലിന്റെ ശബ്ദം ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. ചില നിലവിളികളുടെ ശബ്ദം സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. ചില പ്രാർത്ഥനയുടെ നിലവിളികൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് ആലയത്തിൽ വന്നിട്ട് അരുമനാഥൻ പറയുന്നു, കരയണ്ട, കരയണ്ട. ആ സ്ത്രീക്ക് കരയാനല്ലാതെ ഇനി എന്താണ് ബാക്കിയുള്ളത്? പുരുഷാരമുണ്ടെങ്കിലും യേശു ആ സ്ത്രീയെ നോക്കിയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വിലാപയാത്രയായി മഞ്ചം ചുമക്കുന്നവരുടെ പിന്നാലെ പോകുകയാണ്. യേശു അവളെ കണ്ടു മനസ്സലിഞ്ഞു, കരയണ്ട എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മുന്നോട്ട് വരട്ടെ. ആമേൻ, ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. യേശു പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തു എന്ന് ആദ്യം നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അവൻ വീണ്ടും മഞ്ചത്തിന്റെ അടുത്തേക്ക് വരികയാണ്. യേശു വീണ്ടും അടുത്തു വരുന്നു. ആമേൻ. അടുത്തത്, മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. വായിച്ചാട്ടെ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അടുത്തത്, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത്രയുള്ള സംഭവം അവിടെ നടന്നത്. യേശു മരിച്ചവനെ എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് എന്ന് ചിലതൊക്കെ ദൈവം ചിലത് ഏൽപ്പിച്ചു തരികയാണ്. ദൈവാത്മാവ് നഷ്ടപ്പെട്ട ചിലതിനെ മടക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെതായ പശ്ചാത്തലത്തിൽ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞു. എൻ്റെ വിഷയം ഇതല്ല. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ജനമെല്ലാം പറയാൻ തുടങ്ങി, ഒരു വലിയ പ്രവാചകൻ നമ്മളുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. അടുത്തത്, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതൊരു പ്രവചന ദൂതാണ്. ഈ സഭയോടെ ഉപവസിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോവുകയാണ്. ദൈവിക സന്ദർശനങ്ങൾ, വാഗ്ദത്തങ്ങൾ നിറവേറുന്ന സന്ദർശനങ്ങളായി. കഴിഞ്ഞ നാളുകളിൽ പ്രവചനാത്മാവിൽ ദൈവം അറിയിച്ച ദൂതുകൾ നിറവേറുന്ന ദൈവിക ആത്മീക അധികാരങ്ങൾ, ആത്മീക അഭിഷേകങ്ങൾ ആത്മനിറവില് ദൈവത്താൽ ഉയർത്തപ്പെടുന്ന സന്ദർശനം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സന്ദർശനം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവിക സന്ദർശനം വരാൻ പോവുകയാണ്. ഗോഡ് ഈസ് വിസിറ്റിംഗ് us. എനിക്കറിയാം ദൈവം സന്ദർശിക്കുന്ന കാലഘട്ടമാണിത്. ദൈവം സന്ദർശിക്കുന്ന കാലഘട്ടമാണിത്. ദൈവം സന്ദർശിക്കുന്ന കാലഘട്ടമാണിത്. നമ്മെ മാത്രമല്ല, നമ്മുടെ പട്ടണത്തെ ദൈവം സന്ദർശിക്കും.
എനിക്ക് പകൽക്കാലം വളരെ സന്തോഷം തോന്നി. നിങ്ങളത് ഏത് രീതിയിൽ എടുത്തു എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം, നമ്മളിതിനകത്ത് ഈ 4 ചുവരിനകത്ത് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കും, പ്രസംഗിച്ചും ആരാധിച്ചൊക്കെ ഇരുന്നപ്പോൾ ഈ ദേശം ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവിടുത്തെ 3-4 ജില്ലയുടെ അധികാരികൾ ഇവിടെ കൊണ്ടുവന്നു, മന്ത്രിമാരെ, MLA ഇവിടെ കൊണ്ടുവന്നു. ഈ കേരളക്കാരുടെ ഭരണചക്രം തിരിക്കുന്ന ചിലരെ ഇവിടെ കൊണ്ടുവന്നു. സഭയ്ക്ക് ദൗത്യമുണ്ട്. ഇനി കൈ ഉയർത്തി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. പകൽ ദൈവാത്മാവ് പറഞ്ഞു, ചില അധികാരികളെ ഇതിനകത്ത് കൊണ്ടുവരും. ഇതിന്റെ മിറ്റം വരെ കൊണ്ടുവന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇത് പ്രവചന ദൂതാണ്. ആലയത്തിനകത്തേക്ക് നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല, ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവദാസനോട് അത് പറഞ്ഞു. ദൈവം കൊണ്ടുവരാൻ പോകുക ഭരണാധികാരികളായ ചിലരെ, ചില ഉന്നതന്മാരെ. ഈ പട്ടണത്തിൽ അധികാരത്തിന്റെ കസേരകളിൽ ഇരിക്കുന്ന ചിലരെ ദൈവം എന്തിനാ കൊണ്ടുവരുന്നറിയോ? ചുമ്മാതെ വിസിറ്റ് ചെയ്യാനല്ല, ആരാധിക്കാനായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മോടൊപ്പം ആരാധിക്കുവാൻ, നമ്മോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ, യേശുവിന്റെ വകയായി ദൈവസഭയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവ സന്ദർശനത്തിന്റെ അടയാളമായത്, ചുമ്മാതൊന്നും പറഞ്ഞതല്ല. ഹല്ലേലൂയ. കണ്ടതുകൊണ്ട് പറയുന്നതല്ല, ആത്മാവിൽ അനുഭവപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോ, ദൈവം തരാൻ പോവുകയാണ്. ദേശത്തെ ദൈവം തരാൻ പോവുകയാണ്, പട്ടണത്തെ തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കാൻ പോവുക. അപ്പൊ പുറത്തുള്ളവരെ സന്ദർശിക്കെങ്കിൽ അകത്തുള്ളവരെ എത്രമാത്രം സന്ദർശിക്കും? ആര് വിട്ടുകൊടുക്കും? കർത്താവേ, നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. ഞാൻ വചനത്തിലൂടെ മുന്നോട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ജെനസിസ് ചാപ്റ്റർ 21, 1 and 2. സാറയെ സന്ദർശിച്ചു. ദൈവം താൻ അരുളി ചെയ്തതുപോലെ അരുളി ചെയ്ത ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ്. ദൂത് ദൈവത്തിൽ നിന്നാണ് വന്നതെങ്കിൽ, അരുളപ്പാട് ദൈവത്തിൽ നിന്നാണ് വന്നതെങ്കിൽ അത് നിവർത്തിക്കുന്നവനാ നമ്മുടെ ദൈവം. ആമേൻ. ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെടും. ആമേൻ. എന്റെ മഹത്വം. ആമേൻ. നമുക്കറിയാമല്ലോ വാക്യം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ബ്ലെസ്സിങ്സ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞെങ്കിൽ വർഷങ്ങൾ നീണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. 18-ാം അധ്യായത്തിൽ നമുക്കറിയാം, യദൃച്ഛയാ 3 പുരുഷന്മാർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വന്നു. സന്ദർശനകാലം അടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയക്കും, ദൂതുവാഹികളായിട്ട് അയക്കും. ആ സന്ദർശന കാലം അടുത്തു, ആ വിടുതലിന്റെ കാലം അടുത്തു. ആ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ സമയമായതിന്റെ അടയാളമാണ് തൻ്റെ സന്ദേശവുമായി, ദൈവത്തിന്റെ അരുളപ്പാടുകളുമായി ദൈവത്തിന്റെ വിസിറ്റേഷൻ നമ്മുടെ കൂടാരങ്ങളിൽ ഉണ്ടാകുന്നത്, നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നത്, നമ്മിലേക്കുണ്ടാകുന്നത്. അബ്രഹാം അവരെ സൽക്കരിച്ച് ആദരിച്ച്, അബ്രഹാമും സാറായും കൂടെ അവരെ ആദരിച്ച് സൽക്കരിച്ച് പറഞ്ഞു വിടുമ്പോൾ ദൂതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കടന്നു വന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ വാഗ്ദത്തം നിറവേറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദുഃഖം സന്തോഷമായി മാറാൻ പോവുകയാണ്, വിലാപത്തെ നൃത്തമാക്കി മാറ്റാൻ പോവുകയാണ്. ചിരിക്കാമെങ്കിൽ ചിരിച്ചോ, കരയാമെങ്കിൽ കരഞ്ഞോ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് 21-ാം അധ്യായത്തിൽ നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ ആ ഭാഗം എല്ലാം വിടുക. 17-ാം അധ്യായത്തിൽ ഒന്നുകൂടെ ഉറപ്പിച്ചു. സർവശക്തിയ ഉള്ള ദൈവം അബ്രഹാമിനോട് വീണ്ടും അത് ഉറപ്പിച്ചു പറഞ്ഞു. അവിടേക്കൊന്നും പോകുന്നില്ല. 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട്, ഒന്നുകൂടെ വായിച്ചാട്ടെ, താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അല്ല, അതിന്റെ മുകളിൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ, ദൈവം അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. എന്തിനാ ഈ സാറയെ സന്ദർശിച്ചത്? അരുളി ചെയ്ത അബ്രഹാമിനോടല്ലേ? അല്ലേ? സാറേ ഉണ്ടല്ലോ കൂടെ അല്ലേ? സാറേ എന്തിനാ ദൈവം സന്ദർശിച്ചത്? പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ചിന്തിക്കണേ. എവിടെയാണോ, ആരിലാണോ
അസാധ്യമായതിനെ സാധ്യമാക്കേണ്ടത് എവിടെയാണോ ലോകം ആശ്ചര്യം കൂറുമാറ് ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടേണ്ടത്, ഏത് ഉദരത്തിലാണോ, ഏത് ശരീരത്തിലാണോ, ഏത് നിർജീവ അവസ്ഥയിലാണോ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത്, ചിലത് ഉൽപ്പാദിതമാകേണ്ടത്, ചിലത് സൃഷ്ടിക്കപ്പെടേണ്ടത്, ചില വാഗ്ദത്തങ്ങൾ ജനിക്കേണ്ടത്, ആ വ്യക്തിയെ ദൈവം സന്ദർശിക്കും. അത് സാറയെങ്കിൽ സാറ, ആ വേദ പുരുഷനെങ്കിൽ പുരുഷൻ, അത് സ്ത്രീയെങ്കിൽ സ്ത്രീ. ഇവിടെ ഒരു പുരുഷ പ്രജയാണ്, ഒരു ജനനമാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു വാഗ്ദത്ത സന്തതിയാ ജനിക്കേണ്ടത്. അതുകൊണ്ട് അരുളി ചെയ്തവൻ തക്ക സമയത്ത് സാറയെ സന്ദർശിച്ചു. സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, പിതാക്കന്മാരെ മാത്രമല്ല, സഹോദരിമാരെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സഹിച്ചവളാ, കാത്തു നിന്നതാ, ഒത്തിരി നാൾ നോക്കിയതാ, പല ഉപായങ്ങളും ഒക്കെ ചെയ്തവളാ. പക്ഷെ ദൈവം വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. സാറയിലൂടെ വാഗ്ദത്ത സന്തതി ജനിക്കുമെന്ന് പറഞ്ഞാൽ അത് ഹാഗാറിലൂടെ അല്ല, അത് കെതൂറയിലൂടെ അല്ല, സാറയിൽ കൂടെ തന്നെ നിന്നിൽ ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുമെന്ന്. സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നിൽ തന്നെ അത് സംഭവിക്കും, നിന്നിലൂടെ തന്നെ അത് നിറവേറ്റും. ദൈവം സാറയെ സന്ദർശിച്ചു. സന്ദർശിച്ചപ്പോൾ ഒരു കാര്യം കൂടെ അടുത്ത വാക്യം വായിച്ചത് എന്താണ്? ദൈവം താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങളെ, ദൈവം തന്ന ദൂതുകളെ, ദൈവം തന്ന ആലോചനകളെ അങ്ങനെ സന്തോഷത്തിൽ എഴുതിയും പറഞ്ഞും വായിച്ചും നടന്നും ആ വാഗ്ദത്തങ്ങളെ താലോലിച്ചുകൊണ്ട്, വാഗ്ദത്തങ്ങളെ ഓമനിച്ചുകൊണ്ട്, ദൂതുകളെയും പ്രവചനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നിനക്ക് നൃത്തം ചെയ്യുവാൻ കഴിയുമെങ്കിൽ, വിശ്വാസ കണ്ണാൽ കാണുവാൻ കഴിയുമെങ്കിൽ, എൻ്റെ ദൈവം നിവർത്തിക്കുന്ന ദൈവമാ. പാസ്റ്റർമാർ വന്നു പറഞ്ഞിട്ട് പോകും, ആമേ, പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് പോകും. നിന്റെ ശരീരത്തിൽ അത് രോഗശാന്തിയായി നിറവേറണം, നിന്റെ ശരീരത്തിൽ അത് വിടുതലായി മാറണം, നിന്റെ ശുശ്രൂഷയിൽ അത് ദൈവപ്രവൃത്തിയായി മാറണം. ആമേ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ആ സന്ദർശനം തലമുറയൊന്ന് അനുഭവിക്കട്ടെ. Praise the Lord. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവയായ ദൈവം സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അടുത്ത വാക്യം കൂടെ വായിച്ചു മടങ്ങി വരാം. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്, ദൈവം, അടുത്ത ഞാൻ സാറയുടെ കാര്യം പറഞ്ഞു, അടുത്ത അബ്രഹാമിനാ. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്. അപ്പൊ ഒരു വാഗ്ദത്തം ദൈവം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിച്ചാൽ, ഒരു ദൂത് പുറപ്പെടുവിച്ചാൽ, ഇന്ന് നടക്കുന്ന ഒരു ദൂത് ഉണ്ടാകാം, ഇന്ന് നടക്കുന്ന ഒരു പ്രവചനം ഉണ്ടാകാം, ഒരു ദൈവിക വാഗ്ദത്തിന് ഒരു അവധിയും കൂടെ വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ 75-ാമത്തെ വയസ്സിൽ ആമേ മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ ആമേ ദൈവം കൊടുത്ത വാഗ്ദത്തം ഇവിടെ ഇതാ ദൈവം നിവർത്തിച്ചു കൊടുക്കുകയാണ്. ആ നിവർത്തീകരണത്തിനായിട്ട് സാറയെ ദൈവം സന്ദർശിച്ചു, അബ്രഹാമിനെ ദൈവം സന്ദർശിച്ചു. ആമേൻ. സാറ ദൈവം കൽപ്പിച്ച അവധിക്ക്, അബ്രഹാമിനോട് കൽപ്പിച്ച അവധിക്ക് സാറ ഗർഭം ധരിച്ച് അബ്രഹാമിലൂടെ ഒരു മകനെ പ്രസവിച്ചു. ഇനി നിന്നിലൊന്നും നടക്കത്തില്ലെന്ന് ദൈവാത്മാവ് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ഇനിൽ നിന്നിലൂടെ ഒരു ശുശ്രൂഷ നടക്കത്തില്ലെന്ന്, ഇനിൽ നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ലെന്ന് എവിടെയൊക്കെയോ ആരൊക്കെയോ ചിന്തിച്ചെങ്കിൽ, നിന്നെ പുനഃസ്ഥാപിക്കുന്ന ദൈവം, പുതുക്കി പണിയുന്ന ദൈവം, നിന്നിൽ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ ആഗതനായിട്ടുണ്ട്. ആരെല്ലാം മാറ്റി നിർത്തിയാലും, എവിടെല്ലാം ഒഴിവാക്കപ്പെട്ടാലും പുനഃസ്ഥാപനത്തിന്റെ there is a time of restoration.
ഒരു വീണ്ടെടുപ്പിന്റെ, ഒരു പുനഃസ്ഥാപനത്തിന്റെ, ഒരു ദൈവിക പണിയുടെ ദിവസമിതാ വരുന്നു. വർഷങ്ങൾ നീണ്ടുപോയേക്കാം. ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ്. യോസഫിനൊരു സ്വപ്നം കൊടുത്തെങ്കിൽ, യോസഫിനൊരു ദർശനം കൊടുത്തെങ്കിൽ അത് നിവർത്തിപ്പാനും ദൈവം ശക്തനാണ്. ഒരുപക്ഷെ നീ മരുഭൂമിയിലൂടെ ഒക്കെ പോകേണ്ടി വരും, മിസ്രൈമിൽ പോകേണ്ടി വരും. പൊട്ടക്കിണറ്റിൽ ദർശനമുള്ളവന് പൊട്ടക്കിണറ്റാണ് ഗിഫ്റ്റ്. ദർശനമുള്ളവനെ ഒറ്റിക്കൊടുക്കുന്ന ലോകമാണിത്. സ്വപ്നമുള്ളവനെ വിറ്റുകളയുന്ന ലോകമാണിത്. അവനെ ദയ കാണിക്കാത്ത ഒരു സമയമാണിത്. എന്നാൽ ദൈവമാണ് കൊടുത്തതെങ്കിൽ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. Praise the Lord. പൊട്ടക്കിണറോ പൊത്തീഫറിന്റെ ഭവനമോ കാരാഗ്രഹവും ആയിക്കൊള്ളട്ടെ, നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരാൻ പോവുകയാണ്. അതൊക്കെ നിന്റെ ശുദ്ധീകരണ കാലമാ, അതൊക്കെ നിന്റെ ട്രെയിനിങ് പീരീഡാ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തിപ്പാൻ ശക്തനാ. ഒരാൾക്ക് വേണ്ടിയല്ല, രണ്ടുപേർക്ക് വേണ്ടിയല്ല, അവൻ ഒരു കുലത്തിന് മുഴുവനായി, ഒരു വംശത്തിന്റെ പരിപാലനത്തിനായി ഒരുത്തനെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ ദുരിതങ്ങളിലൂടെ പോകേണ്ടി വന്നു. ഞാൻ ആ ഭാഗവും വിടുന്നു. ആമേൻ. അബ്രഹാമിനോടും സാറയോടും വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിക്കുവാനായി അവരെ സന്ദർശിച്ചു. ആമേൻ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. എക്സോഡസ് 3:16. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്തതിനെയും സന്ദർശിക്കുന്നു. God is visiting. ഇത് പഴങ്കഥയല്ല, ഇത് കെട്ടുകഥയല്ല, ഇത് ഹിസ്റ്ററിയിൽ തിരുവചനത്തിലുള്ളതാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നീ ചെന്ന്, മോശയോട് ദൈവം പറയുന്നു, നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയും പറയാൻ മടിക്കരുത്. ചങ്കൂറ്റമുണ്ടായിരിക്കണം. അതിന്റെ പിന്നിൽ ഒരു മോശയെ ദൈവം ഉൾപ്പെടൽപ്പിൽ വിളിക്കുന്നതിന്റെ കാരണം, മിസ്രയീമിൽ നിന്ന് 40 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത് ദൈവനെ അഭ്യസിപ്പിച്ചു കൊണ്ടുവന്നത്. ദൈവം ഇന്നലെ രാത്രി കേട്ടതുപോലെ എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എൻ്റെ ജനത്തിന്റെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു. അവരെ വിടുവിപ്പാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം ഒരു വിടുതലിന്റെ കാലം കൽപ്പിച്ചാക്കിയപ്പോൾ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമായി, ഇൻസ്ട്രുമെന്റായി ദൈവം പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ഉപകരണമായി, ദൈവത്തിന്റെ ശബ്ദമായി ഒരു മോശയെ ദൈവം ഉപയോഗിക്കുന്നു. 400 അധികം വർഷക്കാലത്തെ അടിമത്തത്തിൽ നിന്നുള്ളൊരു വിടുതലിന്റെ കാലം, ഒരു പുറപ്പാടിന്റെ കാലം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു പുറപ്പാടിന്റെ ദൂതുകൂടെ നൽകുന്നു. There will be an exodus. നിനക്കൊരു പുറപ്പാടുണ്ട്. ദൈവം നിന്നെ പുറപ്പെടുവിക്കും. ആമേൻ. ദൈവ സന്ദർശനം നോക്കണമേ. ജനത്തിന്റെ അയ്യം വിളിയും നിലവിളിയും ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടതയും ദൈവം കണ്ടു. ഈ നാളുകളിൽ ഊഴിയ വിചാരകന്മാരെ അയ്യോ കഷ്ടം. കാരണം ദൈവം തന്നെ ജനത്തെ പുറത്തു കൊണ്ടുവരും. അവരെ കഠിനമായി പീഡിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ചെങ്കടൽ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളത് പുറപ്പെടും, ഇല്ലാത്തത് വെള്ളം കുടിച്ച് ചത്തുപോകും. പിന്തുടരുന്ന ശക്തിക്ക് അവിടെ ഒരു അന്ത്യമുണ്ട്.
ദൈവം പറയുന്നത് എന്താണ്? അബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവം മോശയോട് അരുളിച്ചതെന്ന് അറിയാമോ? മിസ്രൈമിലാണ് ഇന്ന് രാത്രി, മിസ്രൈമിൻ പോലുള്ള അനുഭവത്തിലാണ് നീ ആയിരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിച്ച് പുറത്തു കൊണ്ടുവരും. ഒരുപക്ഷെ ഒരു അർദ്ധരാത്രിയുടെ അനുഭവമാകാം. ചുറ്റുവട്ടങ്ങളിൽ നിലവിളി ഉയരുമ്പോൾ, മരണത്തിന്റെ നിലവിളി ഉയരുമ്പോൾ, നിനക്ക് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിന്റെ കൂടാരങ്ങളിൽ പകർന്ന് പുറപ്പാടിന്റെ രാത്രിയാക്കി മാറ്റും. ഒരു വശത്ത് അയ്യം വിളി ഉയരുമ്പോൾ, ഒരു വശത്ത് ശവക്കുഴി തുറക്കുമ്പോൾ, ഒരു വശത്ത് കുഴി മാന്തുമ്പോൾ, മറുഭാഗത്ത് പുറപ്പാട്. വേദനപ്പെട്ടും സങ്കടപ്പെട്ടും അല്ല, സന്തോഷത്തോടെ പുറപ്പെടുകയാ. വാഗ്ദത്ത നിവർത്തിക്കായി, വാഗ്ദത്ത ദേശത്തിനായി. ഹല്ലേലൂയ. മോശയോട് ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കും. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാം. ഹല്ലേലൂയ. 19-ാം അധ്യായം, പുറപ്പാട് 19:9-17. ഇനി ദൈവം തൻ്റെ ജനത്തെ, ഇത് മിസ്രൈമിനെ സന്ദർശിച്ചും തൻ്റെ ജനത്തെ സന്ദർശിച്ചും പുറപ്പാടിൻ്റെ സന്ദർശനമായിരുന്നു. ഇനി പുറപ്പെട്ട ശേഷവും ദൈവത്തിനൊരു സന്ദർശനമുണ്ട്. ദൈവത്തിന് സന്ദർശനം പലപ്പോഴും തൻ്റെ ജനത്തെ കാണാൻ ദൈവം ഒന്ന് വരും. ദൈവം തൻ്റെ ജനത്തിൻ്റെ നിജസ്ഥിതി അറിയാനൊന്ന് പുറപ്പെട്ടു വരും. തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ അറിയാനൊന്ന് ദൈവം വരും. വായിച്ചാട്ടെ. യഹോവ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും മേഘതമസിൽ നിന്റെ അടുക്കൽ വരും എന്ന് അരുളി ചെയ്തു. ജനത്തിന്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. ജനത്തിന്റെ വാക്ക് മോശ ദൈവത്തിന്റെ വാക്ക് ജനത്തോട് ബോധിപ്പിച്ചു. അതോട്ട് വായിച്ചാട്ടെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. ആമേൻ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക. യഹോവയായ ദൈവം ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി, ഉപവാസത്താൽ ഒരുക്കപ്പെടുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥനയാൽ ഒരുക്കപ്പെടുന്നവർക്ക് വേണ്ടി, ഈ 21 ദിവസത്തെ ഉപവാസത്താൽ ഒരുക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ആമേൻ. ആരെങ്കിലും വന്നിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. തമ്പുരാൻ ഇറങ്ങണം, ദൈവ തേജസ് ഇറങ്ങണം. ദൈവം വാക്ക് പറഞ്ഞാൽ ഇറങ്ങുമെന്നേ. വായിച്ചാട്ടെ, അതിന്റെ 17-ാമത്തെ വാക്യം. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ ദൈവം ഇറങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ എതിരേൽപ്പാൻ ജനത്തെ മോശ കൂട്ടി പുറപ്പെടാൻ പോവുകയാണ്. വായിച്ചാട്ടെ. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. മോശയോട് ദൈവം പറഞ്ഞത് ഭോഷ്കാലം പറഞ്ഞാൽ വരുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ദൈവം തന്റെ അഭിഷിക്തന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തിപ്പാനും ശക്തനാണ്. ഒന്നാമതേ മുൾപടർപ്പിന്റെയും തീയുടെ അനുഭവത്തിലൂടെ അല്ലേ വിളിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ മോശയ്ക്ക് പേടിയില്ല. ആമേൻ. ദൈവം തീജ്വാലയിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങിയെങ്കിൽ ഇതാ സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങുകയാണ് തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ. അതിന്റെ അടയാളം ഒന്ന് ശ്രദ്ധിക്കണേ. അത് പുക കൊണ്ട്, പർവ്വതം പുക കൊണ്ട് മൂടി. അടുത്തത്, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. അടുത്തത്, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. പർവ്വതം ഏറ്റവും കുലുങ്ങി. അടുത്തത്, കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. മോശ ദൈവത്തോട് സംസാരിച്ചു. ഇതൊരു മറ്റൊരു ദൂതും കൂടെയാ. ആമേൻ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിന്റെ ദൈവത്തെ ഇതുപോലെ നമ്മുടെ പ്രിയൻ, നമ്മുടെ വാഗ്ദത്തം, നമ്മുടെ പ്രിയനായ കർത്താവ് മേഘങ്ങളിൽ ഇറങ്ങി വരുവാൻ സമയമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ഉപവാസത്തിലും കൂടെ ആ ഒരു ഒരുക്കം കൂടെ ഉണ്ടാകട്ടെ. അമേരിക്കയിലോ UK-യിലോ ദുബായിലോ കുവൈറ്റിലോ ഒന്ന് പോകാനുള്ള ഒരുക്കം മാത്രമല്ല. ആമേൻ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ കാഹളം ധ്വനിക്കുമ്പോൾ, ആമേൻ, പ്രിയനെ എതിരേൽപ്പാൻ
വിശുദ്ധന്മാരോടുകൂടെ നീയും കാണപ്പെടേണ്ടതിന്, ഞാനും കാണപ്പെടേണ്ടതിന്, മേഘങ്ങൾ എടുക്കപ്പെടേണ്ടതിന് ഈ ആയുഷ്കാലത്ത്, ഈ കാലഘട്ടത്തിൽ പ്രിയന്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടണം. ആമേ. അതില്ല, അതിനൊരുങ്ങാത്ത ഒരു കൂട്ടായ്മയും കൊണ്ടും ദൈവത്തിന് പ്രസാദമില്ലെന്നേ. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ വാഴാൻ ഒരുങ്ങപ്പെടാത്ത ഒന്നുകൊണ്ടും ദൈവത്തിന് പ്രസാദമില്ല. തയ്യാറായിക്കോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോശ ദൈവത്തോട് സംസാരിച്ചു. അടുത്തത്, യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ. ദൈവ സന്ദർശനം വന്നാൽ ദൈവം വിശുദ്ധനാണ് എന്ന് രാവിലെ പറഞ്ഞതുപോലെ ദൈവം ശക്തനാണ്, വിശുദ്ധനാണ്, സർവശക്തനാണ്. ആമേൻ. കർത്താവ് ഇറങ്ങി വരുമ്പോൾ നീ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കാം. അമർച്ചയായി കൽപ്പിക്കാം. അടുത്തത്, യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും, യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന്. പ്രസംഗിച്ചാൽ മാത്രം പോരാ, ഞങ്ങളും ദൈവദാസന്മാരെ ഞങ്ങൾക്കും ഹാനി വരാതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. നിങ്ങൾ ശുദ്ധീകരിച്ചോ, നിങ്ങൾ ശുദ്ധീകരിച്ചോ. ശുദ്ധീകരിക്കുന്ന ദൂതൊക്കെ പറയാൻ ഒത്തിരി പേരുണ്ട് ഇന്ന്. ആമേൻ. തന്നെത്താൻ ശുദ്ധീകരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ശുദ്ധീകരണങ്ങൾ നടക്കേണ്ടത് ഈ മേഖലയിലാണ്, ഞങ്ങളിലാ, എന്നിലാണ്. ആമേൻ. നമ്മിലാണ്. പുരോഹിതന്മാരും ജനവും ശുദ്ധീകരിക്കപ്പെടണം. കാരണം വിശുദ്ധനായ ദൈവം ഇറങ്ങി വരികയാണ്. യഹോവയായ ദൈവത്തിൻ്റെ ആ സന്ദർശനം അത് പ്രകൃതി വിളിച്ചറിയിച്ചപ്പോൾ ജനം നടുങ്ങി. അവിടെ വിശദീകരിക്കാൻ സമയമില്ല. ജനം നടുങ്ങി, ഓടാൻ തുടങ്ങി. ഞങ്ങൾക്ക് ദൈവത്തെ കാണണ്ട, ദൈവശബ്ദം കേൾക്കണ്ട. പേടി. എന്തിനാ പേടിക്കുന്നേ? യേശുവിനെ കാണുവാൻ, സൃഷ്ടിതാവായ ദൈവത്തെ കാണുവാൻ നീ എന്തിനാ മടിക്കുന്നേ? അവൻ നിന്നെ സന്ദർശിക്കുന്നത് നിന്റെ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. നന്മയ്ക്കായിട്ട് ദൈവം സന്ദർശിക്കട്ടെ. മോശയോട് പറയാ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. എന്നാലും ശുദ്ധീകരിക്കപ്പെടത്തില്ല. ആമേൻ. ദൈവം വിശുദ്ധനാകയാൽ, ദൈവം ശുദ്ധനാകയാൽ നാമും ശുദ്ധീകരിക്കപ്പെടണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ഉപവാസ പ്രാർത്ഥനയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് കാരണമായി തീരണം. ആമേൻ. പറഞ്ഞ് ഞാൻ ഭാഗം വിടട്ടെ. അപ്പോൾ മോശ ദൈവത്തോട് സംസാരിച്ചു. ആമേൻ. കൽപ്പനകൾ, ആമേൻ, അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തൊക്കെ നമുക്കറിയാം. അവിടെയും ദൈവത്തിൻ്റെ സന്ദർശനം നമ്മൾ കാണുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി പുതിയ നിയമത്തിലേക്ക് ആമേൻ നമുക്കൊന്ന് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68-79. നീണ്ട വർഷങ്ങൾ സക്കറിയ പുരോഹിതൻ, എലിസബത്ത് കർത്താവിൻ്റെ വേലയിലായിരുന്നു, ആലയത്തിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. എന്നാൽ ശൂന്യതയാണ്. ആമേൻ. തളം കെട്ടി നിൽക്കുന്ന വീട്ടില് ഒരു ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, സക്കറിയാവേ, നിന്റെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അത് പറയാൻ സമയമില്ല, നമുക്കതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരാം. 68-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും. അതിന് മുമ്പിലത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ, യോഹന്നാൻ ജനിച്ച ശേഷമുള്ള ആ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അതിന്റെ 67 ആയിരിക്കാം. അവന്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. കണ്ടോ, ഒരു ചേഞ്ചസ് അവിടെ ഉണ്ടാവുകയാണ്. ഇവൻ ആരാണ്? ഈ മനുഷ്യൻ ആരാണ്? നമുക്കറിയാവുന്ന പറഞ്ഞാട്ടെ. ആരാണ് ഈ മനുഷ്യൻ? സക്കറിയ. ഇപ്പൊ എന്തോ ചെയ്യുന്നേ? പ്രവാചനായി മാറി. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം. കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരുന്നത് നിന്റെ ശുശ്രൂഷയിൽ ഒരു വേരിയേഷൻ ഉണ്ടാകാൻ വേണ്ടിയാ. ദൈവം നിന്റെ വായ അടച്ചത് നല്ലതാ. എല്ലാത്തിനും കയറി എല്ലാം പറയാതിരിക്കുന്നത് നല്ല. കുറച്ചാൾ മിണ്ടാതിരി. മിണ്ടിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആമേൻ.
സംശയങ്ങളും നിരാശകളും ചോദ്യങ്ങളും ഒക്കെ അത് അനേകർക്ക് പ്രയാസം വരുന്നതായതുകൊണ്ട് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തത്തിന് തടസ്സമായതുകൊണ്ട് ദൈവം തന്നെ വായം അടച്ചു. പക്ഷേ അത് എന്നേക്കുമായി ദൈവം നാവിനെ അടച്ചതൊന്നുമല്ല. വാഗ്ദത്തം കൺമുമ്പിൽ പിറന്നു വീണപ്പോൾ, വാഗ്ദത്തം മുമ്പിൽ യോഹന്നാനായി പിറന്നു വീണ് അവന്റെ നാമകരണം ചെയ്യുമ്പോൾ ഇതാ ഈ പുരോഹിതൻ നാവെടുത്ത് പ്രവചിക്കാൻ തുടങ്ങി. തൻ്റെ ശരീരത്തിൽ, തൻ്റെ കുടുംബത്തിൽ ഒരു സന്ദർശനം ഉണ്ടായപ്പോൾ തൻ്റെ മിനിസ്ട്രിയുടെ വേരിയേഷൻ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. പുരോഹിതൻ പ്രവാചകനായി മാറി. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഈ ആലയത്തിൽ നിന്ന്, ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന്, ദൈവദാസന്മാരുടെ ഇടയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. നാം ദൂരെ നിന്ന് അനേക പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി പൈസ മുടക്കി അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ നല്ലതാ. ആ അവസരങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ കിട്ടുമല്ലോ. എന്നാൽ ഈ 71 ഈ ഇംഗ്ലീഷ് ചർച്ചിന്റെ PMG ചർച്ചിന്റെ അകത്ത് നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. 1 കൊരിന്ത്യർ 12 എടുക്കണ്ട, വൈകിട്ട് നാം പറഞ്ഞതുപോലെ അവിടെ കാണുന്ന 9 വിധത്തിലുള്ള കൃപാവരങ്ങളുള്ള ദാസന്മാർ ഇതിനകത്ത് നിന്ന് ഈ ഉപവാസത്തോടെ എങ്കിലും പുറത്തു വരട്ടെ. ഈ തിരുവനന്തപുരം പട്ടണം ഇനിയുള്ള കാലം നിന്നിലൂടെ ദേശമറിയുവാൻ. ഹല്ലേലൂയ. മാർത്തയും മറിയയും ലാസറും പാർത്ത പട്ടണമായ ബഥാന്യ ചിലരുള്ള വ്യക്തിപരമായ ദൂതാണ്. ഇനി ഈ ദേശം അറിയപ്പെടേണ്ടത് പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ആയിരിക്കണം, പ്രവചിക്കുന്ന നിന്നിലൂടെ ആയിരിക്കണം, ദൈവാത്മാവിൽ സഞ്ചരിക്കുന്ന നിന്നിലൂടെ ആയിരിക്കണം. ഇന്നലെയൊക്കെ ആരോ രാജാക്കന്മാരോ ആരോ ഭരിച്ചോ നടത്തിയോ ആരൊക്കെ കൂട്ടായ്മ നടത്തിയോ എന്നുള്ള വിഷയമല്ല. ഇനി ഈ ദേശം അറിയപ്പെടേണ്ടത് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആത്മനിയോഗമുള്ള പ്രവചനാത്മാവിനാൽ നിറയപ്പെട്ട അഭിഷേക ശുശ്രൂഷ ചെയ്യുന്ന നിന്നിലൂടാകട്ടെ. എത്ര പേർ ഈ ദൂതേറ്റെടുക്കും? കബർനഹൂം അറിയപ്പെട്ടത് നഹൂം പ്രവാചകന്റെ പേരിലായിരുന്നു. കഫർ എന്നാൽ പട്ടണം, നഹൂം BC 7-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ചിരുന്ന നഹൂം പ്രവാചകന്റെ പേരിൽ കബർനഹൂം അറിയപ്പെട്ടെങ്കിൽ ഒരു ബഥാന്യ ഇന്നറിയപ്പെടുന്നത് മാർത്തയുടെയും മറിയുടെയും ദൈവം ഉയർപ്പിച്ച ലാസറിന്റെയും പട്ടണമായ. നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ നടന്നാൽ, നിന്നിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ, ഈ പട്ടണം ഇനി നിന്നിലൂടെ ലോകമറിയട്ടെ. തിരുവനന്തപുരം കാസർഗോഡ് വരെ അല്ലെന്നേ, 3.5 കോടി ജനത്തിന്റെ ഇടയിൽ അല്ലെന്നേ, ലോകത്തിന്റെ 5 വൻകിരകളിൽ അറിയപ്പെടട്ടെ. തിരുവനന്തപുരം പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യരുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. നീ ആ പാറയുടെ പിളർപ്പിൽ ഇരുന്നാൽ മതി, നീ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ മതി, കർത്താവ് വെളിപ്പെടുത്തിക്കോളും. ആമേൻ. ഹല്ലേലൂയ. ഇനി കേരളത്തിന് പ്രസംഗകരെ അല്ല ആവശ്യം, ഇനി പ്രാർത്ഥിക്കുന്നവരെ ആവശ്യം, ഇടിവിൽ നിൽക്കുന്നവരെ ആവശ്യം, ആത്മാവിൽ തുള്ളിച്ചാടി പ്രവചിക്കുന്നവരെയാ. ഒരു മിനിറ്റ് പോലും, 10 മിനിറ്റ് പോലും, അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാത്തവർക്ക് വേദി കൊടുക്കാനല്ല, പ്രാർത്ഥിക്കുന്ന അയ്യം വിളിക്കുന്ന അഭിഷിക്തന്മാർ കടന്നു വരട്ടെ, വിശുദ്ധന്മാർ കടന്നു വരട്ടെ, ഭക്തന്മാർ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരുന്നു. ദൈവം നമ്മെ സന്ദർശിക്കാൻ പോവുക. സക്കറിയാവിനെ ദൈവം സന്ദർശിച്ചു. ആള് മാറിപ്പോയി. വാ തുറന്നത് പ്രവചനാത്മാവിലാ. എന്നിട്ട് പ്രവചിച്ച എന്താ? അതാണ് 68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, ആമേൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ചു. കണ്ടോ? ആരെങ്കിലും സന്ദർശിച്ചു എന്നുള്ളതല്ല, തന്റെ ജനത്തെ സന്ദർശിക്കുന്നു പറയുമ്പോൾ തന്റെ കുടുംബത്തെ സന്ദർശിച്ചു, തന്റെ ഭാര്യയെ സന്ദർശിച്ചു, തനിക്കൊരു മകനെ കൊടുത്തു, തന്റെ ശുശ്രൂഷയെ ആദരിച്ചു.
ഉത്തരം കിട്ടാത്ത വിഷയത്തിന് ഉത്തരമായി. വിശുദ്ധി മൺമറഞ്ഞു പോയ ഒരു ലോകത്ത് ഭക്തിഘട്ട മാർഗത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് മുമ്പാകെ ആ പാപിയായ മനുഷ്യൻ നീയാണെന്ന് ഹേരോദ്യയെ നോക്കി, ഹേരോദാവിനെ നോക്കി, പാപത്തെ കണ്ടുകൊണ്ട് തല വെട്ടി മാറ്റേണ്ടി വന്നാലും, ഇരിപ്പിടം കിട്ടിയില്ലെങ്കിലും, മാനം കിട്ടിയില്ലെങ്കിലും, സ്ഥാനം കിട്ടിയില്ലെങ്കിലും, കൈമടക്ക് കിട്ടിയില്ലെങ്കിലും, പാപത്തെ വിളിച്ചു പറയുന്ന പ്രവാചകൻ ജനിക്കണമെങ്കിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ പുറപ്പെടണമെങ്കിൽ, സക്കറിയാവേ നീ ഒരുങ്ങിക്കോ, എലിസബത്തെ നീ ഒരുങ്ങിക്കോ, നിന്റെ തലമുറ ദൈവം ഉപയോഗിക്കാൻ പോവുകയാ. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. സക്കറിയാവിന് പറയാൻ കഴിയും, എന്നെയും സന്ദർശിച്ചു, എൻ്റെ കുടുംബത്തെയും സന്ദർശിച്ചു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. താഴോട്ട് ആ പ്രവചന ദൂതുകളെല്ലാം പറയാൻ സമയമില്ല. ഗോഡ് ഈസ് വിസിറ്റിംഗ് ഹിസ് പീപ്പിൾ. നിന്റെ കരച്ചിലിന് മുമ്പ് ദൈവം ഇടപെടുവെന്നേ. കർത്താവ് ഇറങ്ങി വരും. നിന്റെ ജോലി സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. ഓ, നിന്റെ കമ്പനിയിൽ, പ്രവർത്തന മേഖലയിൽ ദൈവത്തിന്റെ മഹത്വത്തോടെ നീ എവിടെയാണോ അയ്യം വിളിച്ചത്, നീ എവിടെയാണോ ഒതുക്കപ്പെട്ടത്, നീ എവിടെയാണോ ആമേ സൈഡിൽ ഒതുങ്ങപ്പെട്ടത്, എന്റെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ചില സ്ഥാപനങ്ങളെ പട്ടണത്തിൽ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ചില വ്യക്തികളെ സന്ദർശിക്കാൻ പോവുകയാണ്. ചില ഉന്നതന്മാരെ സന്ദർശിക്കാൻ പോവുകയാണ്. ചില കുടുംബങ്ങളെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. പാരമ്പര്യത്തിൽ നിന്ന് ഇന്ന് ഈ ഉപവാസം കഴിയുമ്പോൾ പ്രവചനാത്മാവിൽ സഭയോട് ദൂത് വിളിച്ചു പറയട്ടെ, ഈ പട്ടണത്തിന്റെ 4 പാടുകളിൽ നിന്ന് ഈ നമ്മൾ കാണുന്ന ദൈവജനം മാത്രമല്ല, ചില സമുദായക്കാരെ, ചില ജാതികളെ ഇവിടെ ഉയരുന്ന ദൈവ ശബ്ദത്തിന് മുമ്പാകെ, ദൂതുകൾക്ക് മുമ്പാകെ ഈ പട്ടണത്തിൽ ചിലരെ ദൈവം സന്ദർശിച്ച് നാമധേയ സംഘങ്ങളെ ഉണർത്തി ആലയത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ഉപവാസം വ്യർത്ഥമല്ല. ഈ ചുറ്റുവട്ടങ്ങളെ ദൈവം സന്ദർശിക്കാൻ പോവുകയാ. ഈ പട്ടണത്തെ ദൈവം സന്ദർശിക്കാൻ പോവുകയാ. ചില ഓർത്തഡോക്സുകാരെ, ചില മർത്തോമക്കാരെ, ചില കത്തോലിക്കരെ, ചില നിരീശ്വരവാദികളെ, ചില ജാതീയ കൂടാരങ്ങളെ ഗിദയോന്റെ യവത്തപ്പം തള്ളിയിടാൻ പോവുകയാ. ചില കൂടാരങ്ങൾ വീഴാൻ പോവുകയാ. ദൈവത്താൽ പണിയപ്പെടാൻ പോവുകയാ. ദൈവത്താൽ കൂടി വരാൻ പോവുകയാ. ദൈവത്താൽ കൂട്ടിച്ചേർക്കാൻ പോവുകയാ. ദൈവത്താൽ പണിയപ്പെടാൻ പോവുകയാ. ദൈവത്തിനും ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവം സന്ദർശിക്കുന്നു, പട്ടണത്തെ സന്ദർശിക്കുന്നു, നഗരത്തെ സന്ദർശിക്കുന്നു, കുടുംബങ്ങളെ സന്ദർശിക്കുന്നു. ചില വ്യക്തികളെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചിലരെ ദൈവം ഇടപെടുകയാണ്. ആമേ, ചില കുടുംബങ്ങളെ ദൈവം ഇടപെടുകയാണ്. ആമേ, ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ദൂതിന്റെ അവസാനം സക്കറിയാവ് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. 79-ാം വാക്യം. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. സക്കറിയാവിനെ പോലെ എത്ര ഇരുള് കണ്ട ദൈവവേദലേ, രാത്രികൾ, ഇരുട്ടും ശൂന്യതയും രാത്രിയും അനുഭവിച്ചറിഞ്ഞ ദൈവവേദലേ, ഒരു ഉദയം നിന്നെ സന്ദർശിക്കാൻ പോവുകയാണ്. ഒരു ഉദയം നിന്നെ സന്ദർശിക്കാൻ പോവുകയാ. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിങ്കലോ ആനന്ദഘോഷമുണ്ട്. ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ, മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ കരുണയാൽ, ഇരുട്ട് മാത്രം, ശൂന്യത മാത്രം, ഇല്ലായ്മ മാത്രം, ഞെരുക്കം മാത്രം അനുഭവിച്ചറിഞ്ഞ ദൈവം ഇതിലേ, വെളിച്ചം നിന്നെ സന്ദർശിക്കാൻ പോവുകയാ. ഉദയം നിന്നെ സന്ദർശിക്കാൻ പോവുകയാ. കർത്താവ് നിന്നെ സന്ദർശിക്കാൻ പോവുകയാ. അത് ദൈവത്തിന്റെ ആർദ്ര കരുണയാലാണ്. യേശുവിന്റെ ജനത്തോടുള്ള ബന്ധത്തിലാണ് അത് പ്രവചനാത്മാവിൽ പറഞ്ഞത്. ഉദയം, യേശു
നിന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. Praise the Lord. Hallelujah. സക്കറിയാവ് പ്രവചിച്ചത് പറഞ്ഞെങ്കിൽ ആലയത്തിനകത്തിരിക്കുന്ന ചില ദൈവജനത്തെ ദൈവം പ്രവചനാത്മാവിൽ നിറയ്ക്കാൻ പോവുകയാണ്. ഇതിനകത്തുനിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കും. ബിജു പാസ്റ്റർ പറഞ്ഞിട്ട് പോയാലും ഈ ദൂത് ഭിത്തിയിൽ ഇതിനകത്ത് കിടക്കും. ചില പ്രവാചകന്മാരെ ഈ ഉപവാസാനന്തരമായി ഈ ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് രോഗശാന്തി വരപ്രാപ്തരെ, പ്രവചിക്കുന്നവരെ, ഇന്റർപ്രറ്റ് ചെയ്യുന്നവരെ, ഡിസൈഡിങ് സ്പിരിറ്റ് ഉള്ളവരെ, സഹായിപ്പാൻ കൃപ ലഭിച്ചവരെ, വിശ്വാസ വീരന്മാരെ, അന്യഭാഷകളിൽ ആരാധിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. യേഹൂമാർ എഴുന്നേൽക്കാൻ പോവുകയാണ്. എലീശമാർ വെളിപ്പെടാൻ പോവുകയാണ്. യോശുവമാർ വെളിപ്പെടാൻ പോവുകയാണ്. തിമോത്തിമാർ വെളിപ്പെടാൻ പോവുകയാണ്. നെഹമ്യാവുമാർ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൗലോസുമാർ വെളിപ്പെടട്ടെ. നീ എവിടെയാണ് ഒതുക്കപ്പെട്ടത്? നീ എവിടെയാണ് ഒതുങ്ങിപ്പോയത്? ഇന്ന് രാത്രി മടങ്ങി വാ. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നിന്നെ. ആരും സന്ദർശിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. കുറേയൊക്കെ സന്ദർശനം നമ്മൾ കണ്ടതില്ല. കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്വർഗം നിന്നെ ഒന്ന് സന്ദർശിക്കട്ടെ. നിന്റെ കൂടാരത്തിലേക്ക് ദൈവദൂതന്മാർ കടന്നു വരട്ടെന്നേ. വിളിച്ചു വരുത്തുകയല്ല, ദൈവത്താൽ അയക്കപ്പെട്ടു വരട്ടെ. പൈസ കൊടുത്തു കൊണ്ടുവരികയല്ല, ദൈവം പറഞ്ഞു വിടട്ടെ. യോപ്പയിൽ തോൽക്കൊല്ലനായ കടൽ പുറത്ത് പത്രോസ് ശീമോന്റെ വീട്ടിൽ ശീമോൻ എന്ന മറുപേരുള്ള പത്രോസ് പാർക്കുമ്പോൾ കൈസരിയെ ഇളക്കിയ ദൈവം, കൈസരിയിലെ കൊർന്നല്യോസിനോട് ദൂതനെ അയച്ച് ദൈവം പറഞ്ഞു, നീ ആളെ വിട്ട് എന്റെ ദാസനെ വരുത്താൻ. ഇന്നും നടക്കും അതൊക്കെ കേട്ടോ. നടക്കണം. ബന്ധുക്കോസനയില് നടക്കണം. അന്യഭാഷയിൽ ആരാധിക്കണം നടത്തണം. ദൈവം അയച്ചിട്ട് വരണം. ദൈവം കൊണ്ടുവരുമെന്നേ. ദൈവം കൊണ്ടുവരുമെന്നേ. ദൈവം കൊണ്ടുവന്നാൽ അഭിഷേകവും നടക്കും, സ്നാനവും നടക്കും, സഭയുടെ ആത്മീയ വളർച്ചയ്ക്കും കാരണമായി തീരും. ഇന്നോട്ട് പ്രാർത്ഥിക്കണം. ഇതുവരെ പ്രാർത്ഥിച്ചില്ല എനിക്കറിയത്തില്ല. ഉപവാസം കഴിഞ്ഞിട്ട് അങ്ങനെ പൊടിയും തട്ടി നമ്മൾ കർത്തൃമേശ എടുത്ത് പോകാനല്ല. ചില സ്നാന ശുശ്രൂഷകൾ വെളിപ്പെടണം. നമ്മുടെ അകത്തുള്ള കുഞ്ഞുങ്ങളല്ല, അവരെ സ്നാനപ്പെടുത്തിക്കുക, കുഴപ്പമില്ല. ആമേൻ. അവർ സമ്മതിച്ചാൽ വിശ്വസിച്ചാൽ. അല്ല, പുറത്തുനിന്ന് ചിലർ അകത്ത് വരണം. വെളിച്ചം അന്വേഷിച്ച് ചിലർ അകത്ത് വരണം. സഭയ്ക്കകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം കണ്ടിട്ട്, വെളിച്ചം കേട്ടിട്ട്. അവിടെ ആൾക്കാർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞാൻ കണ്ടശോഭം ചെയ്തെങ്കിൽ, ഇവിടെ ആത്മാവിൽ പ്രവചിച്ചെങ്കിൽ, പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞെങ്കിൽ, ഇവിടെ വന്നിട്ട് പോയ ചിലതിനെ ഇന്ന് രാത്രി എൻ്റെ തമ്പുരാൻ ഉറക്കത്തില്ല. എനിക്കുറപ്പുണ്ട്. ഇന്ന് രാത്രി ചില രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ദൈവം തിരിക്കും. ചിലതിനെ പള്ളിമെത്തയിൽ നിന്നും ചിലതിനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലേക്ക് വരുന്നിടം വരെ സ്വസ്ഥത കൊടുക്കാത്ത ദൈവം. അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു പൊട്ടനാ ഞാന്. ഇന്ന് അങ്ങനെയുള്ളവരെ കൊണ്ടാ ദൈവത്തിന് ആവശ്യം. നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പുറത്തെ മീറ്റിങ്ങിന് വേണ്ടി ചില ആൾക്കാർ വന്നു. ഇനി ആരാധനയ്ക്ക് വേണ്ടി ഗവൺമെന്റിന്റെ വണ്ടികൾ ഇവിടെ വരും. വിശ്വസിക്കുന്നുണ്ടോ? ബത്തി ഹിന്ദിയിലെ ബത്തി എന്നാന്ന് വെച്ചാൽ എന്തുവാ? ലൈറ്റ് കത്തുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വണ്ടി, ബോർഡുള്ള വണ്ടി ആരാധനയ്ക്ക് ഇതിനകത്ത് കൊണ്ടുവരുമെന്ന്. മുഖസ്തുതി പറയില്ല, എൻ്റെ ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തിയാട്ടെ. എൻ്റെ ദൈവം വിശ്വസ്തനാ. ആമേ. വയലിൽ നിന്ന് കയറി വന്ന, ആമേൻ, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് കയറി വന്ന, കാട്ടിൽ നിന്ന് തെറ്റിദ്ധരിക്കല്ലേ, വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമപ്രദേശങ്ങളിൽ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ എനിക്കറിയാം എൻ്റെ ദൈവം ഉന്നതന്മാരെ കൊണ്ടുവരും. ഞാനത് ഗുജറാത്തിൽ അനുഭവിച്ചറിയുന്നു, ഞാൻ വടക്കേ ഇന്ത്യയിൽ അത് അനുഭവിച്ചറിയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെയും ദൈവം കൊണ്ടുവരും. നാം ഇനിയും നിന്നാപാത്രം അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ പറയാം. ദൈവത്തിന് നെഹമ്യാവുമാർ ഒരുക്കപ്പെട്ടാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവന്നേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 11-ാം അധ്യായം 14-15 മുമ്പേ ഒന്ന് ജസ്റ്റ് ഓർപ്പിച്ചതാണ്.
ഈ പറഞ്ഞതുപോലെ ദൈവം സന്ദർശിക്കുന്ന ഒരു ഭവനത്തിൽ ആകെ ആശ്രയം ആൺതരിയായിട്ട് ഒരു ലാസർ മാത്രം. 2 സഹോദരിമാർക്ക് അറിവൊക്കെ കൊടുത്തിട്ടും കർത്താവ് വന്നില്ല, മരിച്ചു, കല്ലറയിൽ കൊണ്ട് വെച്ചു. വായിച്ചാട്ടെ 14-15 വാക്യം. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. കർത്താവ് എന്തെല്ലാം ആ കാര്യം പറയുന്നേ. മരണ വീട്ടിനെ കുറിച്ച് നോക്കിയിട്ട് കർത്താവ് സന്തോഷിക്കുക. ലാസർ മരിച്ചു പോയെന്നേ, അടക്കുകയും ചെയ്തു. കർത്താവ് പറയുകയാ, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവരെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നു. അടുത്തത്, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. കണ്ടോ, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. കർത്താവ് ചില ഭവനങ്ങളോട് അടുത്ത് വരാൻ പോവാ, നിന്റെ ശൂന്യതയെ മാറ്റുവാൻ, നിന്റെ ഭവനത്തിലെ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാൻ. യേശു പറയോ, ശിഷ്യന്മാരെ പോകാം. കൺവെൻഷൻ പ്രസംഗത്തിന് വേണ്ടി മാത്രമല്ല, മൈതാന പ്രസംഗത്തിന് വേണ്ടി, ഗിരിപ്രഭാഷണങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, 5 അപ്പവും 2 മീനും 5000 അതുമാത്രമല്ല, മരിച്ച വീട്ടിലേക്കൊന്ന് പോകാം. സാന്ത്വനം പറയാനല്ല, കല്ലറയിൽ നിന്ന് ഒരുത്തിനെ പുറത്തു കൊണ്ടുവരണം. അവിടെയും ഒരു പന്തി ഭോജനം ഉണ്ടെന്നേ. കാരണം അവിടെ കരയുന്ന ഒരു മറിയയുണ്ട്. ഇനി അതിൻ്റെതായ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്ക്. കണ്ടോ, എത്ര ആയിരം ആൾക്കാർ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു, അല്ല ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഇപ്പം ഗ്രാമത്തിന്റെ അഡ്രസ് മാറി. ഹലോ, നിന്നിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ നിന്നിലൂടെ ദേശം പരിചയപ്പെടുവാനിടയാകും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത പട്ടണത്തിൽ യേശു എത്തി. ആമേൻ. വായിച്ചാട്ടെ. യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. നിന്നെ പന്തിയിൽ ഇരുത്തുന്ന ദിവസം വരികയാണെന്നേ. നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ പ്രസംഗിക്കുകയും കാര്യമൊക്കെ ചെയ്യും, പ്രസംഗിക്കുമ്പോഴും ആത്മീയ കൂട്ടായ്മ നടത്തും. ചില സമയം വരുമ്പോൾ പന്തിഭോജനം വരുമ്പോൾ ഒഴിച്ചു മാറ്റും. അവസരങ്ങൾ, ചില നല്ല പദവികളോ അവസരങ്ങൾ വരുമ്പോൾ നമ്മളെയൊക്കെ അങ്ങ് തട്ടും. അന്നേരം സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും പാപം ചെയ്ത് വഴിയും തെറ്റി എല്ലാം പോയി കൽപ്പനയും ലംഘിച്ച് നടക്കുക. എന്നാലും അവന് സ്റ്റേജ് കൊടുക്കും. കാരണം അവൻ നേതാവല്ലേ. 10 മിനിറ്റ് പ്രാർത്ഥിക്കൊള്ളാമായിരുന്നു. ജീവിത വിശുദ്ധി എന്നെ തട്ടിക്കളഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ മോണാക്ട് മിമിക്രിയും കാണിക്കുന്ന അവർക്ക് മാത്രം ഇന്ന് ലോകമാണ് പെന്തക്കോസ് ലോകത്ത്. വിവേചിക്കു ദൈവമക്കളെ, ആത്മാവിൽ തിരിച്ചറിയും. ഹല്ലേലൂയ. എന്തുകൊണ്ട് പെന്തക്കോസ്തിസം കേരളത്തിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് 42 വർഷവും 40 വർഷവും ഒക്കെ ശുശ്രൂഷിച്ചിട്ട് അവസാനം മറ്റേത് മതിയായിരുന്നു പറയുന്നു? കർത്താവുമായിട്ട് ബന്ധം ഇങ്ങനെയുള്ളതൊക്കെ സഭകളിൽ ശുശ്രൂഷിച്ചാൽ ദൈവജനത്തിന്റെ അവസ്ഥ എന്താവും? ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. വിമർശനാത്മാവിൽ പറഞ്ഞെന്ന് വിചാരിക്കരുത്. റിയാലിറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലെങ്കിലും ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന് ITOമാരെയൊക്കെ ദൈവം ഒരുക്കിക്കൊണ്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് ലോകം കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്റ്റേജ് ഷോ അല്ല, നിന്റെ പപ്പറ്റ് ഷോയൊക്കെ ദൈവം എടുത്ത് കളയും. പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിക്കോ. നിന്റെ മുറി ആമേൻ കഥകടച്ച് മുട്ടുമേൽ യാമങ്ങൾ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ഭക്തന്മാരെ തമ്പുരാൻ ഉപയോഗിക്കുന്ന നാള് വരുന്നു. ഇനി കൂടുതലൊന്നും ഇത് ദീർഘിപ്പിച്ച് തമ്പുരാൻ കൊണ്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനേക വിശുദ്ധന്മാരെ വാർത്തെടുത്ത കേരളത്തിൽ നിന്ന് ഇനി ആത്മീകമായി ദൈവത്തിന്റെ കാറ്റായി, ദൈവത്തിന്റെ ദൂതായി ഏലിയാവുമാരെ പോലെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന കാലങ്ങളാണ്. പിശാച് നീ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചാലും, ആരെയൊക്കെ വഴിതെറ്റിച്ചാലും, പ്രാർത്ഥിക്കുന്നവനെ, ജീവിത വിശുദ്ധി കാക്കുന്നവരെ, വചനം അനുശാസിക്കുന്നവരെ, വചനത്തിന്റെ ഡിസിപ്ലിനിൽ നടക്കുന്നവരെ ഒരിക്കലും തെറ്റിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് സഹായിയായിട്ട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ചെവി നീ ചായച്ചു കൊടുക്കാതിരുന്നാൽ മതി. നീ മടിയിൽ പോയി കിടക്കാതിരുന്നാൽ മതി. ആമേൻ. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വേദനയുണ്ട്, വേദന.
കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, കേരളത്തിലെ പെന്തക്കോസ് സഭകളെ, ദൈവമക്കളെ കുറിച്ചൊക്കെ ഓർക്കുമ്പം ഒത്തിരി ഉണ്ടെന്നേ പറയാൻ. ആരംഭശൂരത്തൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്തായി, ഇപ്പം എങ്ങനാ? ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ അളക്കുക, തൂക്കുകട്ട നിന്റെ മേൽ പിടിക്കുക. മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ മേൽ ബാബേൽ മനുഷ്യൻ പണിതുയർത്താം, എത്ര വേണേലും കൊട്ടാരം പോലെ മാളികകൾ പണിയാം. തമ്പുരാൻ തൂക്കുകട്ട ഇറക്കിയാൽ, ദൈവം ഒന്ന് സന്ദർശിക്കാൻ ഇറങ്ങിയാൽ, ആമേ മെനെ മെനെ തെക്കേ ലൂഫസിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. പാടുന്ന, മുട്ടടിക്കുന്ന, ദൈവകോപത്തിന് ഇരയാകുന്ന അവസരമുണ്ടാകരുത്. മറിച്ച് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളായി മാറട്ടെ. ദൈവിക സന്ദർശനം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. ആ ലാസറിന്റെ വീട് വിരുന്നു വീടായി മാറി. ഇപ്പോൾ അവൻ മരിച്ചവനല്ല, കർത്താവിനാൽ ജീവൻ പ്രാപിച്ചവൻ. ഇന്ന് അവൻ അവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഈ ഓപ്പൺ എയർ മീറ്റിംഗ് ഒക്കെ തീരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക. ഇനി നിന്നെ നോക്കിക്കൊണ്ട് നിന്റെ ജീവിതം കണ്ടിട്ട് ആൾക്കാർ അകത്ത് വരണം. പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, കവലപ്രസംഗം കൊണ്ടൊന്നുമല്ല. നിന്നെ നോക്കിക്കൊണ്ട് ഞങ്ങളും കൂടെ വരുന്നു പറയുന്ന ദിവസം വരുന്നേ. നീ എവിടെയാണ് ആരാധിക്കുന്നത്, അവിടെ ഞങ്ങളും വരുന്നു. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ, തയ്യാറായിക്കോ. എനിക്കറിയാം എൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ആദായ സൂത്രമാക്കിയ മാർഗങ്ങളൊക്കെ ആമേൻ വിൽപ്പന ചരക്കാക്കിയ ആത്മീയ ലോകത്ത് തമ്പുരാൻ സന്ദർശനം അയക്കാൻ കൂടെ പോവുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കാൻ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ബറോഡ ഗുജറാത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ 4 വറ്റ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷങ്ങൾ മാറട്ടെ, വേറുകൃത്യങ്ങൾ മാറട്ടെ, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ മാറട്ടെ, ക്രിസ്തുവിൽ ഒന്നായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭ ഒന്നായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ, നെഹമ്യാ 1:3. ആമേൻ. അന്യജാതിക്കാര്, ശത്രുക്കൾ ഇവിടെ നിർത്തുകയാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു. ആ ദൈവം ഒന്ന് പണിയുന്നതിന് മുമ്പ് അത് പണിതെടുക്കുവാൻ ചിലരെ ദൈവം നോക്കുകയാണ്. കൊട്ടാരത്തിലെ ഒരു പാനപാത്രവാഹകൻ, ഒരു കബ്ബീർ ആയിരുന്നു നെഹമ്യാവ്, പേർഷ്യൻ രാജധാനിയിൽ. പാസ്റ്ററോ പ്രവാചകനോ ഒന്നും അല്ല. പക്ഷേ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പവിടെ ആ സംസ്ഥാനത്ത് മഹാ കഷ്ടതയിലും അപമാനത്തിലും ഇരിക്കുന്നു. അടുത്തത്, യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു. ആർക്കും ഒരു മൈൻഡില്ല. ഇസ്രായേൽ ജനം, യഹൂദാ ജനം, പുരോഹിതന്മാരും ലേവ്യരും പ്രവാചകന്മാരും ഒക്കെ ഉള്ള ഗോത്രങ്ങൾ ഉള്ള ഒരു സമൂഹമാണല്ലോ. പക്ഷേ പേർഷ്യൻ ദേശത്ത് ആമേൻ രാജാവിൻ്റെ രാജധാനിയിൽ പാനപാത്രവാഹന നെഹമ്യാവ് ഇത് കേട്ടപ്പോൾ, തൻ്റെ ജനം അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ ആലയമുണ്ടായിരുന്ന യെരൂശലേം പട്ടണത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞും തീ കൊണ്ട് വെന്തും കിടക്കുന്ന അറിഞ്ഞപ്പോൾ, ഈ ഉപവാസം കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയുക, ഇനി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു. കരയുന്നവരെ തെരയുന്ന ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. പട്ടണത്തെ നോക്കി കരയുന്ന, സഭയെ നോക്കി കരയുന്ന, ദേശത്തെ നോക്കി കരയുന്ന കർത്താവ് പറയുക, അവൻ അവിടെ ഇരുന്ന് കരയുകയാണ്. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട്, പേർഷ്യൻ രാജ്യത്തിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ പിതാക്കന്മാരുടെ അകൃത്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ദൈവപ്രവർത്തിക്ക് ചുമൽ കൊടുത്തപ്പോൾ, യെരൂശലേമിന്റെ മതിലിന് വേണ്ടി അവൻ അഹോരാത്രം മനസ്സുകൊണ്ട് അധ്വാനിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, പാനപാത്രവാഹകൻ, he became the governor of Judea. നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്.
നീ ആലയത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പട്ടണത്തിൽ അല്ല സംസ്ഥാനത്ത് നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു. നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളെ ദൈവം സന്ദർശിക്കുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം സന്ദർശിക്കുകയാണ്. നിന്റെ ആത്മീയ ജീവിതത്തെ ദൈവം സന്ദർശിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് നിർത്തുകയായിരുന്നു സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ആ നയിൻ പട്ടണത്തിലെ ആ വിധവയ്ക്ക് തൻ്റെ മകനെ കർത്താവ് മടക്കി കൊടുത്തു. ഇന്ന് രാത്രി ചിലത് മടക്കിത്തരുന്ന രാത്രികാലമാണ്. ശത്രു അവകാശം വെച്ചിരിക്കുന്നതിന് ചില തലമുറകളെ ആമെ പിടിച്ചൊതുക്കി വെച്ച് വിട്ടുതരികത്തില്ലെന്ന് പറഞ്ഞ് ജാതീയ ബന്ധനത്തിൽ ലോകമോഹങ്ങൾക്ക് ആമേൻ വലിച്ചഴച്ച് പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഡിക്ലെയർ ചെയ്യുന്നു, ചിലതിനെ ഞാൻ മടക്കി തരാൻ പോവുകയാണ്. ചില തലമുറകളെ ഞാൻ മടക്കി തരാൻ പോകുന്നു. മാതാവേ, പിതാവേ, ചില വ്യക്തികളെ ആലയത്തിലേക്ക് മടക്കി തരാൻ പോവുകയാണ്. നിന്നോടൊപ്പം കൂട്ടായ്മയിലേക്ക് കുലയ്ക്കായി കൊണ്ടുപോകുന്ന ചിലതിനെ വീണ്ടെടുക്കാൻ, കുഴിയിലേക്ക് പോകുന്ന ചിലതിനെ മടക്കി കൊണ്ടുവരുവാൻ, പാപത്തെ വെള്ളം പോലെ കുടിക്കുന്ന ലോകമോഹങ്ങൾ കോടുന്ന നിന്റെ തലമുറയെ, വിധവയായ മാതാവേ, നിന്റെ തലമുറയെ ദൈവം മടക്കി തരാൻ പോവുകയാ. പിതാവേ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ദൈവം മടക്കി തരാൻ പോവുകയാ. നിന്നെ ദൈവം സന്ദർശിക്കാൻ പോവുകയാ. തലമുറകളെ സന്ദർശിക്കാൻ പോവുകയാ. എത്ര പേർ ഏറ്റെടുക്കും? ഇന്ന് രാത്രിക്കാൽ എല്ലാവരും അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, നിന്റെ സന്ദർശനകാലം എനിക്കറിയുവാൻ കഴിയണമേ. ആ വാഗ്ദത്തം എന്നിൽ നിറവേറട്ടെ. എൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണമേ, എന്നെ ഒന്ന് സന്ദർശിക്കണമേ, എൻ്റെ സഭയെ ഒന്ന് സന്ദർശിക്കണമേ. ഒരു പാട്ടുകാരൻ പാടിയത് പാടാൻ സമയമില്ല. ദൈവദാസന് മൈക്ക് കൈമാറുന്നതിന് മുമ്പ് മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ എന്നെയും കൂടെ നോക്കണമേ. പോകല്ലേ കടന്നെന്നെ എൻ പ്രിയ യേശുവേ. മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും. ഇന്ന് രാത്രി എത്ര പേർ പറയും, കർത്താവേ എന്നെയും കൂടെ ഒന്ന് സന്ദർശിക്കണമേ? ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. ദൈവസ്ഥല കർത്താവേ, ആമേൻ, നിന്റെ സന്ദർശനം എൻ്റെ ശരീരത്തിൽ എനിക്ക് ആവശ്യമുണ്ട്. ചില വ്യാധികളെ ഇന്ന് രാത്രി കർത്താവ് എടുത്തു മാറ്റുകയാ. ചില വേദനകളെ കർത്താവ് എടുത്തു മാറ്റുകയാ. ചില രോഗബന്ധനങ്ങളെ, ആമേ, രോഗത്തിൻ്റെ കെട്ടുകളെ, ആമേൻ, ഇതുവരെ ശമനമില്ലാത്ത ചില രോഗബന്ധനങ്ങളെ, അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില രോഗബന്ധനങ്ങളെ, ഓ റധലഘടകദൽ, ഹല്ലേലൂയ, ശ്വാസസംബന്ധമായ ചില രോഗബന്ധനങ്ങളെ, ആമേൻ, ശരീരത്തിന്റെ ചില വേദനകളെ ദൈവം എടുത്തു മാറ്റുകയാണ്. ഇന്ന് രാത്രി കർത്താവ് ചിലതിനെ സൗഖ്യമാക്കുന്ന, മരിച്ചതിനെ മടക്കി തരാൻ കഴിയുമെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ തിരികെ തരാൻ കഴിയുമെങ്കിൽ ഈ ശരീരത്തെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയത്തില്ലേ? രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ലേ? അവൻ സർവശക്തനായ ദൈവമാ. നിന്റെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ വിടുതലിന്റെ കരമിതാ ഇറങ്ങി വരികയാ. അവൻ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, കൈ നീട്ടി എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാ. യഹോവ റാഫ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ശാരീരിക വിടുതലുകൾ ഇന്ന് രാത്രി നടക്കുകയാണ്. ദൈവാത്മാവിന്റെ ദൂതുകൾ ദൈവം കൈമാറുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം സന്ദർശിക്കുകയാണ്. കർത്താവേ, നിന്റെ തലമുറയെ ദൈവം സന്ദർശിക്കുകയാണ്. നിന്നോടൊപ്പം ആലയത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാ. ചില അമ്മമാരെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, എവിടെ പോയെന്ന് പറഞ്ഞാലും ദൈവം കൊണ്ടുവരും, ദൈവം മടക്കി കൊണ്ടുവരും, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുമെന്ന്, ആത്മീയ സംസർഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു, ഉപവസിക്കുന്ന ജനത്തെ സന്ദർശിക്കുന്നു, ഉപവസിക്കുന്ന സഭയെ സന്ദർശിക്കുന്നു, ഉപവസിക്കുന്ന ദൈവദാസീദാസന്മാരെ സന്ദർശിക്കുന്നു. ആ ദൈവിക വാഗ്ദത്തം ഏറ്റെടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയോ. പോകല്ലേ, ഓ
കടന്നെ നീ പ്രിയ യേശുവേ മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയോ യേശു നാഥ എന്നപേക്ഷ മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയോ നിൻ കൃപാസനത്തിൽ മുൻപിൽ വീണു കെഞ്ചുന്നേ എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്കേ നിൻ കൃപാസനത്തിൽ നിൻ കൃപാസനത്തിൽ മുൻപിൽ വീണു കെഞ്ചുന്നേ എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്കേ യേശുനാഥ യേശുനാഥ എന്നപേക്ഷ മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയോ യേശുനാഥ ഓ യേശുനാഥ എന്നപേക്ഷ മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയോ നിന്റെ പുണ്യം മാത്രമേ നിത്യശരണം നിന്റെ കൃപയാലെ മാത്രം എന്നുദ്ധാരണം നിന്റെ പുണ്യം മാത്രം ഓ നിന്റെ പുണ്യം മാത്രമേ നിത്യശരണം നിന്റെ കൃപയാലെ മാത്രം ഓ എൻ ഉദ്ധാരണം യേശുനാഥ ഓ യേശുനാഥ എന്നപേക്ഷ മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ ഓർക്കുകെന്നെയോ യേശുനാഥ for the last time amen